ഈ ഉപദേശിക്കുക എന്നതുപോലെ തന്നെയാണ് വിമർശിക്കാനും ഒരു മിനിമം യോഗ്യത വേണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് സൗവർണികയെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിമർശിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യണമെങ്കിൽ ഞാൻ ആ തെറ്റിൽ നിന്ന് വിമുക്തിയായിരിക്കണം, ഇല്ലേ? ഞാൻ അത് ഒരു വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അതേ വിഷയത്തിൽ സൗവർണികയെ ഉപദേശിക്കാനോ വിമർശിക്കാനോ വരാൻ എനിക്ക് യോഗ്യത ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ വ്യക്തമായിട്ട് അറിയാവുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും അത്തരം പോസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പല ആൾക്കാരും പല സ്ത്രീകളോടും മോശം മെസ്സേജ് അയക്കുകയും മോശം രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുള്ള പല ആൾക്കാരും പുണ്യാളന്മാരാണിപ്പോ. അവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയുമ്പോൾ അവർ നല്ലവരായി എന്നാണ് അവരുടെ വിചാരം. എന്റെ ഫേസ്ബുക്കിൽ വന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയൊരു പോസ്റ്റിനിടയിൽ വന്ന് മോശം കമന്റ് ഇട്ടു, നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ എന്ന് പറഞ്ഞു. ആ വ്യക്തി, ആ ഐഡി എന്ന് പറയുന്നത് അതൊരു ഫേക്ക് ഐഡി ആണ്. അത് കാണുമ്പോൾ തന്നെ ഫേക്ക് ഐഡി ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. മുമ്പ് കുറച്ച് നാൾ മുന്നേ ഞാൻ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ മെസ്സഞ്ചറിൽ ചോദിക്കാറുണ്ടായിരുന്നു. സാധാരണ ഞാൻ മെസ്സഞ്ചറിൽ ആർക്കും റിപ്ലൈ, മെസ്സഞ്ചറിൽ ഇൻസ്റ്റാൾ പോലും ചെയ്തിട്ടില്ല. എന്നാലും ആ സമയത്ത് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചിലതൊക്കെ ചോദിക്കുമ്പോൾ പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഏതോ ഒരു വിദേശ വനിത ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ കൊണ്ടിട്ടിട്ട് ഇവരുടെ തുട കൊള്ളാമോ എന്നോട് എനിക്ക് മെസ്സേജ്. അന്ന് അവന്റെ മെസ്സേജ് പിന്നെ ഞാൻ അത് തൊട്ട് നോക്കില്ല. അവൻ വന്ന് കമന്റ് ഇടുന്നതിന് ഒരു റിപ്ലൈയോ ലൈക്ക് ഒന്നും കൊടുക്കാറില്ലായിരുന്നു. ബ്ലോക്ക് ചെയ്യാതിരുന്നത് ഇത് ഏതുവരെ പോകുന്നത് കാണണമല്ലോ, കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ഞാൻ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വേറെ ആരോടും പരാതി ഒന്നും ഞാൻ തന്നെ കൈകാര്യം ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ആള് പോലും, ആ ഐഡിയയുടെ ഉടമ പോലും വന്ന് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിക്കുകയാണ്. ഇതുപോലെയാണ് ഓരോ ആൾക്കാരും.